ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ജനന തീയതിയിൽ ജനിച്ചവർ, അവരെ തേടി പണം വരും. പക്ഷേ പണം വന്ന പോലെ പോകും. നിലനിൽക്കാൻ തടസ്സമുണ്ട്, നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചില ജനന തീയതി ജനിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. മാസം വിഷയമല്ല, ഏത് മാസവും ആയിക്കോട്ടെ. ഞാനീ പറയുന്ന ജനന തീയതി ജനിച്ചവർ, അവർക്ക് പണം ഇങ്ങോട്ട് വരും, പക്ഷെ വന്ന പോലെ തിരിച്ചും പോകും. അത് നിലനിൽക്കാൻ തടസ്സമുണ്ടാകും. അപ്പോൾ നിലനിൽക്കാനുള്ള പരിഹാരവും പറഞ്ഞുതരാം. അതോടൊപ്പം ചില തീയതികളിൽ ജനിച്ചവർക്ക് ഇങ്ങനെ പണം ഇങ്ങോട്ട് വരുമെങ്കിലും അത് നിലനിൽക്കാൻ തടസ്സമുണ്ട്. അതുപോലെ ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പണം ധാരാളം വരും, പക്ഷെ അവസാനം ഒന്നും കാണത്തില്ല. പറഞ്ഞു വരുമ്പോൾ ഒന്നും കാണത്തില്ല അനുഭവത്തിൽ. അങ്ങനെയുള്ള എത്രയോ ആളുകളെ ഞാൻ കണ്ടിരിക്കുന്നു. എത്രയോ ഗ്രഹനിലകൾ പരിശോധിച്ചിരിക്കുന്നു, എത്രയോ സംഖ്യാജ്യോതിഷം നോക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളവർ എത്രയോ കൈരേഖകൾ പരിശോധിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എങ്ങനെയുള്ളവരാണ് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഗുണം അവർക്ക് ഇപ്പം തൊട്ടേ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ ഉള്ളത് അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ എത്ര വന്നാലും അതുകൊണ്ട് അനുഭവമില്ലാതായി പോകും. അതുകൊണ്ട് ഒരു കാര്യമില്ല, പണം വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അറിവുകൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ, വീട്ടിലും സ്വയം ചെല്ലാവുന്ന മന്ത്രങ്ങൾ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഏതൊക്കെ ദിവസം പോകണം, എന്തൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യണം ഞാൻ പറയും. ഏത് ദേവതയെ വിളിക്കണം ഞാൻ പറയും. ഏത് ഭാഗ്യസംഖ്യ എങ്ങനെ ഉപയോഗിക്കണം ഞാൻ പറയും. പിന്നെ ഭദ്രകാളി രഹസ്യങ്ങൾ, മുരുക രഹസ്യങ്ങൾ, നമുക്ക് ഓരോരുത്തരുടെ, പിന്നെ ഗണപതിയുടെ ചില രഹസ്യവിദ്യകൾ, എല്ലാം നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക, ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വഴിപാടുകൾ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ഫലം ഉണ്ടാകാം, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു സമയമുണ്ട്, പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയുണ്ട്, അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്, പിന്നെ നമ്മുടെ പ്രയത്നം. ഇത്തരം കാര്യങ്ങളോട് ചേർന്ന് വരുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തൊരു ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞതേ ഉള്ളൂ. ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയും എങ്ങനെയാണ് ചെയ്യുന്ന രീതിയെന്ന്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. ചില ജനന തീയതി ജനിച്ചവർക്ക് പണം ഇങ്ങോട്ട് വരും, പക്ഷേ നിലനിൽക്കത്തില്ല, വന്നതുപോലെ പോകും, അവസാനം ഒന്നും കാണത്തില്ല. അപ്പോൾ അത് നിലനിർത്താനുള്ള പരിഹാരം പറയാം. അത് അവസാനം പറഞ്ഞുതരാം. അതിനു മുമ്പ് അതൊക്കെ ഏതൊക്കെ ജനന തീയതി ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ജനിച്ച തീയതി നമ്പർ 4 തീയതി ജനിച്ചവർ. അവർക്ക് സാമ്പത്തികമായിട്ട് ധനം വളരെയധികം വരും. അതായത് അപ്രതീക്ഷിതമായിട്ട് വരെ ധനം വരാം, പക്ഷെ അത് നിലനിൽക്കാൻ തടസ്സമുണ്ടാകും. അപ്പം അതിനുവേണ്ടി അവർ ചെയ്യേണ്ട കാര്യം എല്ലാം ഞാൻ അവസാനം പറഞ്ഞുതരാം. അവസാനം ഒന്നിച്ച് പറഞ്ഞുതരാം. എങ്കിലും ഇപ്പോൾ ലളിതമായിട്ട് ചില പരിഹാരം പറഞ്ഞുതരാം. ഇപ്പം അവസാനം പൊതുവായിട്ടുള്ള ഒന്നിച്ച് പറഞ്ഞുതരാം. ഇവരേറ്റവും കൂടുതൽ ഈ നാഗരാജാവിന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നാഗരാജാവിനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. നാഗക്ഷേത്രത്തിൽ പോയി ഞായറാഴ്ചകളിലോ ഒക്കെ പറ്റുമ്പോൾ നെയ്വിളക്ക് തെളിയിക്കുക. അത് നാഗരാജാവിനെ പ്രാർത്ഥിക്കാൻ രാവിലെ പ്രാർത്ഥിക്കാവുള്ളൂ, വൈകിട്ട് വിളിക്കരുത്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളിക്കരുത്. അത് നാഗരാജാവെന്ന് വിളിച്ചാൽ മതി, ഒരു മന്ത്രവും ജപിക്കുന്ന. ക്ഷേത്രത്തിൽ പോയൊരു നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാത്രം ചെയ്താൽ മതി. അത് ഞായറാഴ്ചയും ബുധനാഴ്ചയൊക്കെ സൗകര്യം പോലെ. ഞായറാഴ്ച ചെയ്താൽ കൂടുതൽ ഫലം ഉണ്ടാവും. പിന്നെ ഓരോ മാസവും 2 പഞ്ചമിയുണ്ട്. കറുത്തപക്ഷ പഞ്ചമിയുണ്ട്, വെളുത്തപക്ഷ പഞ്ചമിയുണ്ട്. ഇതിൽ വെളുത്തപക്ഷ പഞ്ചമിയാണ് കുറച്ചുകൂടി ഗുണമുണ്ടാവും. ഇനി കറുത്തപക്ഷ പഞ്ചമി നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ചാലും ഫലമുണ്ടാവും. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകും. പിന്നെ കൃഷ്ണന് ഉള്ള കാര്യം അവസാനം പറഞ്ഞുതരാം. അത് മുടി ഇവർ ചെയ്യേണ്ടതാണ്.
അപ്പം 4 ഏത് മാസം ആയിക്കോട്ടെ 4 ജനന തീയതി ജനിച്ചവർ ഇവർ രാഹുവിൻ്റെ സ്വാധീനം കൂടുതലുള്ളവരാണ്. രാഹുവിൻ്റെ സ്വാധീനമുള്ളവരുടെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടാക്കാൻ കഴിവും കാണും, സാമ്പത്തികം ഇങ്ങോട്ട് വരികയും ചെയ്യും. പക്ഷേ പലപ്പോഴും അത് നിലനിർത്താൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പല പല തടസ്സങ്ങൾ കൊണ്ടും പല പല പ്രശ്നങ്ങൾ കൊണ്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് ഉണ്ടാകുന്ന ഇവൻറ്റ്സ്, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല കാര്യങ്ങൾ കൊണ്ടും നിലനിർത്താൻ തടസ്സമുണ്ടാകും. ഇനിയും വരുന്ന 8 തീയതി ജനിച്ചവരാണ്. ഏത് മാസം ആയിക്കോട്ടെ, എല്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന എല്ലാ തീയതികളും മാസം ഏതാണെങ്കിലും വിഷയമില്ല. 8 തീയതി ജനിച്ചവർ ശനി സ്വാധീനം കൂടുതലുള്ളവരാണ്. അവർക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പൈസയൊക്കെ ഉണ്ടാകുന്നത്, പക്ഷേ നിലനിൽക്കാൻ പലപ്പോഴും തടസ്സം ഉണ്ടാകാറുണ്ട്. മാത്രമല്ല ഭൂമിയും വീടൊക്കെ ഉണ്ടായാലും പിന്നീട് അത് പണയപ്പെടുത്തുക, പിന്നീട് അത് ലയബിലിറ്റി വരിക, ചിലവും വിൽക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഇത്തരക്കാർക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൃഷ്ണനാണ്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. അത് പൊതുവായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് അവസാനം പറഞ്ഞുതരാം. ഇനിയും പറയാൻ പോകുന്നത് അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ ജനനത്തീയതി പറഞ്ഞു കഴിഞ്ഞാൽ 11 തീയതി ജനിച്ചവർ. പൊതുവെ 11 തീയതി ജനിച്ചവർക്ക് വളരെ ഒരു സാമ്പത്തികം ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവരാണ്. അതിൽ ചില ആളുകൾക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ടും അവർ ഈ ചില കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ട് അത് നിലനിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർക്ക് നിലനിൽക്കാറുമില്ല. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം, പൊതുവായിട്ട് പറഞ്ഞുതരാം. അത് ചെയ്തു പോകണം, നല്ലതാണ്. ഒന്ന് ആ കൃഷ്ണനുള്ള കാര്യം തന്നെയാണ്. പിന്നെ ദേവിക്ക് അവസാനം പറഞ്ഞുതരാം. അപ്പം 11 ജനനത്തീയതി ജനിച്ചവർക്ക് സാമ്പത്തികം ഭൂരിഭാഗം ആളുകൾക്കും 11 ജനനത്തീയതി ജനിച്ചവർക്ക് ഉണ്ടാകുമെങ്കിലും നിലനിൽക്കാൻ തടസ്സമുണ്ട്. പക്ഷെ ചിലർക്ക് നിലനിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരെ കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത് ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത് 13 ജനനത്തീയതി ഉള്ളവർ. 13 ജനനത്തീയതി ഉള്ളവർക്ക് വീട്, പ്രോപ്പർട്ടി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ലൈബിലിറ്റീസ്, ലോൺസ്, കടങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തൊരു വീട് വെച്ചാൽ തന്നെ അവിടെ നമ്മുടെ ആധാരം ബാങ്കിലാണ്, നമ്മൾ വാടകയ്ക്ക് പോലെ തന്നെയാണ്. അങ്ങനെ ലൈബിലിറ്റീസ് വളരെയധികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരും ഭദ്രകാളിയും കൃഷ്ണനുമാണ്. അതിൽ പ്രധാനമായിട്ട് ഈ ആറിൻ്റെ തീരത്തുള്ള ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി വഴിപാടുകൾ നടത്തി ഇവർക്ക് പെട്ടെന്ന് മാറ്റം വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആറല്ലേ കടലിൻ്റെ സമീപം കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രമുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ക്ഷേത്രം പറയാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെ വേണമെങ്കിലും പോകാം. ആറോ നദിയോ തീരത്തുള്ള ദേവീക്ഷേത്രം, കാട്ടിൽമേതി ക്ഷേത്രം, അത് ഒരു സമുദ്രത്തിൻ്റെയൊക്കെ ഒരു തീരത്താണത്. അങ്ങനെ ജലസാമീപ്യമുള്ള, ഞാനൊരു പെട്ടെന്ന് ഓർത്ത പേര് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളിൽ അവിടെ ഉള്ള ദൂരെയുള്ളവരൊക്കെ അവിടെ വരണമെന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് ആറിൻ്റെയും നദിയുടെയോ അല്ലെങ്കിൽ കടൽ തീരത്തോ ഒക്കെ ഉള്ള, കൂടുതലും ആറിൻ്റെ തീരത്തൊക്കെ ക്ഷേത്രങ്ങളുണ്ടല്ലോ. പിന്നെ മങ്കൊമ്പിൽ ഭഗവതി ക്ഷേത്രം, മങ്കൊമ്പിൽ ഇങ്ങനെ ചില ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വിശേഷ ശക്തിയുണ്ട്. അപ്പോൾ അവിടെ പോയി വഴിപാടുകൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ലളിതമായിട്ട് തുടങ്ങി പിന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അവസാനിപ്പിക്കുമ്പോൾ ലളിതമായിരിക്കും. ഇതാണ് എൻ്റെ വീഡിയോയുടെ ഒരു രീതി. ആദ്യം കേൾക്കുമ്പോൾ തോന്നും ഒന്നുമില്ലെന്ന്, പക്ഷെ പറഞ്ഞ് പിന്നെ വരുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ആരും പറഞ്ഞു തരാത്ത, നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളായിരിക്കും ഒരു മധ്യഭാഗം വരുമ്പോൾ. അവസാനം വരുമ്പം പിന്നെയും ലളിതമായ കാര്യങ്ങളിലേക്ക് വരും. ഇതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് പറഞ്ഞത്, വീഡിയോയെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാതിനപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ തുടങ്ങുമ്പോൾ ലളിതമായിരിക്കും, അറിയാവുന്ന കാര്യമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ വിലയിരുത്തരുത്, മുഴുവൻ കാണണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ആറിൻ്റെ സമീപമുള്ള ക്ഷേത്രങ്ങളെ, നദിയുടെ സമീപമുള്ള ക്ഷേത്രങ്ങളെ, പെട്ടെന്ന് ഓർമ്മ വന്ന 2 ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോവാം. പ്രത്യേക ശക്തിയുണ്ട്. 13 തീയതി ജനിച്ചവർക്ക് വളരെ നല്ലതാണ്. ഇനിയും പറയാൻ പോകുന്നത് 17 ജനന തീയതിയായിട്ട് ജനിച്ചവർ, അവർക്കും 1-7 1-7 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 8. അവരും ശനി സ്വാധീനമുള്ളവരാണ്. എങ്കിൽ തന്നെ 17-നകത്ത് 1 പറഞ്ഞാൽ സൂര്യൻ, 7 വെച്ചാൽ കേതു. സൂര്യൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്, ശനി സ്വാധീനം കൂടാതെ. അപ്പോൾ സൂര്യൻ്റെയും കേതുവിൻ്റെയും കൂടെ സ്വാധീനം വരുന്നത് കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ, ഉയർച്ചയുണ്ടാകും. ഇവരെയും തേടി പണം വരും, പക്ഷേ നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വരും. ഇവർക്ക് സമ്പത്തൊക്കെ ഉണ്ടാകുമെങ്കിലും പലപ്പോഴും അത് നിലനിർത്താനൊരു
ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പക്ഷെ പണം വരും. അപ്പോൾ ഇവർക്ക് ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന നല്ലതാണ്, ഗണപതിക്ക് വഴിപാട് ചെയ്യുന്ന നല്ലതാണ്, പിന്നെ കൃഷ്ണനും. അപ്പം ശിവക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന കാര്യം, നിങ്ങൾ വെള്ള നിവേദ്യം, ബാക്കി സൂക്ത പുഷ്പാഞ്ജലിയും തിങ്കളാഴ്ചകളോ ഞായറാഴ്ചയാണ് കുറച്ചുകൂടി നല്ലത്, ഞായറാഴ്ചകളോ ചെയ്യുക, രാവിലെ ചെയ്യുക. പിന്നെ ഗണപതിക്കാണെങ്കിൽ ഗണപതിക്ക് ഇഷ്ട നിവേദ്യമോ അല്ലെങ്കിൽ മുക്കുറ്റി പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഗണപതിക്ക് എന്ത് വേണേലും ചെയ്യാവുന്നതാണ്. ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യാം, അല്ലെങ്കിൽ ഗണപതിക്ക് നിവേദ്യം അവിടെ ഓരോ ക്ഷേത്രത്തിലും അപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ നിവേദ്യം ഉണ്ട് ചെയ്യാം, അല്ലെ ലഡു സമർപ്പിക്കുക, മോദകമുണ്ട് അത് സമർപ്പിക്കുക, ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് വലിയ ഉയർച്ച നൽകും, യാതൊരു സംശയം വേണം. പിന്നെ കൃഷ്ണനാണ്. കൃഷ്ണനും ഭദ്രകാളിക്കും പൊതുവായിട്ടുള്ളത് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ കണ്ടാലേ പൂർണ്ണമാകത്തുള്ളൂ കേട്ടോ. ഏറ്റവും മൂല്യം കണ്ടിട്ട് ഒന്നിനും പോകരുത്, മുഴുവൻ അറിഞ്ഞേ അതൊരു കാര്യം ചെയ്യാവുള്ളൂ. അവർക്ക് അതുകൊണ്ട് മാറ്റം ഉണ്ടാവും. ശരിയായിട്ട് ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക. അത് അവസാനം അത് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇനിയും പറയാൻ പോകുന്നത് 19 ജനന തീയതി ജനിച്ചവരാണ്. 19. അപ്പോൾ ഈ 19 ജനന തീയതി ജനിച്ചവർക്കും പണമൊക്കെ അവർക്ക് ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവർ, പണം ധാരാളം ചിലപ്പോൾ വരികയും ചെയ്യും. എങ്കിലും ഇവർക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ലൈബിലിറ്റീസ്, പണം നിലനിൽക്കാനുള്ള തടസ്സങ്ങൾ ഒക്കെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 19 എന്ന് പറയുമ്പോൾ 1 + 9 എത്ര വന്നു? 10. അതിനെ കൂട്ടുമ്പോൾ 1 + 0 എത്ര വന്നു? 1. ഇവർ സൂര്യസ്വാധീനമുള്ളവരാണ്. സൂര്യസ്വാധീനമുള്ളവരായതുകൊണ്ട് തന്നെ ഇവർക്ക് ശിവപ്രീതി വളരെ അനിവാര്യമാണ്. അത് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോകണം. എങ്ങനെയുള്ള ശിവക്ഷേത്രത്തിൽ പോകണം? അവിടാണ് കാര്യം കിടക്കുന്നത്. അതായത് ഉയർന്ന സ്ഥലമുള്ള, അതായത് ചില മലദൈവങ്ങളുണ്ടല്ലോ ശിവൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രം അറിയാമോ? ഉദാഹരണത്തിന് മലയാലപ്പുഴ ശിവൻ്റെ ഒരു സ്വയംഭൂ ശിവലിംഗമുണ്ട്. പിന്നെ തിരുവല്ല കഴിഞ്ഞ് കുറ്റൂർ പൊട്ടന്മല എന്ന് പറഞ്ഞ മലയച്ചൻ്റെ ഒരു അമ്പലമുണ്ട്. അതൊക്കെ മലദൈവങ്ങളാണ്. ഇങ്ങനെ നല്ല രീതിയിലുള്ള മലദൈവങ്ങളായിട്ടുള്ള ശിവനുണ്ട്. നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ക്ഷേത്രമായിട്ട് നല്ല രീതിയിലുള്ള ആചാരങ്ങളുള്ള ക്ഷേത്രം. ഇനി എനിക്കറിയാവുന്ന 1-2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അവിടെയൊക്കെയുള്ള മലദൈവങ്ങളായിട്ടുള്ള ശിവൻ്റെ അടുത്ത് പോകണം. എൻ്റെ അടുത്ത് വേറൊരു ഇതുണ്ട്, ആറമലക്കുന്ന്. അത് പൊക്കമാണ്. അതും ഒരു ശക്തി വളരെ ഉള്ളതാണ്. ഈ മലദൈവങ്ങളായിട്ടുള്ള ശിവനെ പോയി കാണണം. അപ്പോൾ ജീവിതം മാറും, കൂടുതൽ മാറ്റം വരും. 19 ജനന തീയതിയുള്ളവർ ഇതാരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ ശിവനെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താ? പാൽപ്പായസം ചെയ്യാം, വെള്ള നിവേദ്യം ചെയ്യാം, കൂവളത്തിലോട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഭഗവാന് ചെയ്യാം. നെയ്വിളക്ക് സമർപ്പിക്കുക, പിൻവിളക്ക് സമർപ്പിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ജലധാര ഇഷ്ടമാണ്, കൂവളത്തില കൊണ്ടുള്ള അർച്ചന ഇഷ്ടമാണ്, പാൽപ്പായസം ഇഷ്ടമാണ്. ഇതൊക്കെ ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. എന്ത് ചെയ്താലും പിൻവിളക്ക് ചെയ്യണം. കാരണം പാർവതീ ദേവി കൂടെ ചെയ്യുമ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ. ഇത് നിങ്ങൾ ഒരു തവണ പോയി ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകണമെന്നില്ല. മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. ഏത് കാര്യവും ആവർത്തിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. നമ്മളാണെങ്കിൽ ഒരു കാര്യം പഠിക്കുന്നത് പലതവണ ചെയ്തിട്ടല്ലേ പഠിക്കുന്നത്. ഒരു തവണ ചെയ്ത ഒരു കാര്യം ശരിയായിട്ട് പഠിക്കത്തില്ല. നമുക്കൊരു പ്രായോഗിക പരിചയം ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം തന്നെ പലതവണ ചെയ്യണം. ഇതുപോലെ വഴിപാടും പലതവണ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അത് വരത്തുള്ളൂ. നമ്മുടെ മനസ്സ് ആ ദേവനിലേക്ക് ചെല്ലത്തുള്ളൂ. നമുക്ക് അപ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതൊരു പ്രകൃതി നിയമമാണ്. അല്ലാതെ ഇതൊന്നും റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കാര്യങ്ങളോ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊക്കെ ആവർത്തിക്കുക തന്നെ വേണം. ഇതിന് നമ്മുടെ ഒരു വിശ്വാസം ഭക്തിയെല്ലാം അവിടെ ചൊല്ലുകയും വേണം. ഇനിയും പറയാൻ പോകുന്ന 20 ജന്മസംഖ്യ ഉള്ളവർ. ഈ 20 എന്ന് പറഞ്ഞാൽ 2 + 0 എന്ന് പറഞ്ഞാൽ 2 ചന്ദ്രസ്വാധീനം കൂടുതലാണ്. അങ്ങനെ ഉള്ളവർക്കും പണം വരുമെങ്കിൽ പോലും അത് നിലനിൽക്കാനും ഒക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല പല പ്രശ്നങ്ങളെ ആവശ്യമില്ലാതെ ചെന്ന് ചാടാം. പിന്നെ സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങൾ, മറ്റു തരത്തിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവരെ പലപ്പോഴും അലട്ടാം. ഇവർക്ക് ഏറ്റവും മാറ്റം ഉണ്ടാകാൻ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുന്നതാണ്. ഭദ്രകാളിക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് പൊതുവായിട്ട് ഞാൻ അവസാനം പറയുന്നുണ്ട്, അത് ചെയ്താൽ മതി. പിന്നെ കുടുംബദേവത ക്ഷേത്രം അറിയാമെങ്കിൽ അമ്മയുടെ കുടുംബദേവത പ്രത്യേകിച്ച് അവിടെ പോയി വഴിപാടുകൾ ചെയ്യണം. അച്ഛൻ്റെ കുടുംബദേവത, അമ്മയുടെ കുടുംബദേവതയും
രണ്ടും പോകുന്നത് നല്ലതാണ്. അമ്മയുടെ കുടുംബദേവതയുടെ അടുത്ത് കൂടുതൽ പോവുക. രാവിലെ കർപ്പൂരം തൊട്ട് അച്ഛൻ്റെ കുടുംബദേവതയും വിളിക്കുക, അമ്മയുടെ കുടുംബദേവതയും വിളിക്കുക. പെട്ടെന്ന് മാറ്റം വരും. പിന്നെ ഭദ്രകാളിക്ക് ചെയ്യേണ്ടത് അവസാനം പൊതുവായിട്ട് പറയുന്ന പരിഹാരത്തിൻ്റെ കൂട്ടത്തിൽ പറയാം. അത് പൊതുവായിട്ട് പറയുന്നതാണ് കൃഷ്ണനെ ഭദ്രകാളിയുടെ. അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന പരിഹാരം കൂടെ ചെയ്യണം. അവസാനം പറയുന്നത് ഇനിയും പറയാൻ പോകുന്നത് 22 ജന്മസംഖ്യ ഉള്ളവർ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല ഉയർച്ചകളും സാമ്പത്തികവും ഒക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഇവർക്ക് തിരിച്ചടി നേരിടുന്ന ഒരു ജനന തീയതിയാണ്. പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യാം, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ആവുകയും ചെയ്യാം. ഇവർക്ക് പലപ്പോഴും ഭൂസ്വത്ത് ഒക്കെ ചിലപ്പം വന്നു ചേരും, അതുപോലെ ഇല്ലാതാകും. പിന്നെ കേസ് പഴക്കമുള്ള പ്രശ്നങ്ങൾ, കൂട്ടുകെട്ടുകൾ, ലഹരിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവർക്ക് വളരെ കഴിവുള്ളവരാണേലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് നിലനിൽക്കാൻ ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം, കുടുംബദേവതയുടെ അനുഗ്രഹം, അടുത്തുള്ള ദേശദേവതയുടെ അനുഗ്രഹം, കൃഷ്ണൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളവർക്ക് നിലനിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ അനുഗ്രഹം വളരെ ആവശ്യമാണ്. അതുപോലെ പിതൃപ്രീതി, മരിച്ച പിതൃക്കളുടെ പ്രീതി വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ബലിയിടണം, വർഷത്തിലൊരു ബലിയിടണം കർക്കിടകവാവിന്. പിന്നെ സാധിക്കുമെങ്കിൽ ഇടയ്ക്ക് തിരുവല്ലമോ തിരുനെല്ലിയോ ഒക്കെ പോയി ഒരു തവണയെങ്കിലും ബലിയിടാൻ പറ്റുമെങ്കിൽ ബലിയിടുക. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. തിരുനെല്ലി വയനാടാണ്. അത് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ റൂട്ടൊക്കെ കിട്ടും. കാലാവസ്ഥയൊക്കെ അനുകൂലമാണെന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. അങ്ങനെ പോയി ബലിയിടുന്ന നല്ലതാണ്. തിരുവല്ലം, തിരുനെല്ലി, ഇതിലെവിടെങ്കിലും. അപ്പോൾ പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം, പിന്നെ ദേശദേവത, അവർ താമസിക്കുന്ന സ്ഥലത്തൊരു ക്ഷേത്രങ്ങളാണ്. ആ ദേവത ഇടയ്ക്ക് പോയി കണ്ടു തൊഴുത് അവർക്ക് ആ ദേവതയ്ക്ക് ഇഷ്ട വഴിപാടൊക്കെ ചെയ്യണം. പിന്നെ കൃഷ്ണൻ്റെ അനുഗ്രഹം, ഭദ്രകാളിയുടെ, അത് അവസാനം പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് നിലനിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ജനനതീയതി. പലർക്കും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇനിയും പറയാൻ പോകുന്നത് 25 ജനനതീയതി ജനിച്ചവരാണ്. ഇവർക്ക് പലപ്പോഴും സാമ്പത്തികം ഉണ്ടാകുന്നു. ആ സാമ്പത്തികം ഇവർക്ക് പല രീതിയിൽ ഇവർ ചെലവഴിക്കാനുള്ള പ്രവണത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും നഷ്ടസാധ്യത കൂടുതലാണ്. ഇവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും അത് പല രീതിയിൽ ചെലവഴിക്കണമെന്നുള്ളൊരു, അല്ലെങ്കിൽ അത് പല രീതിയിൽ അത് ഉപയോഗിച്ച് വീണ്ടും പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത കൂടുതലായിരിക്കും. അതിൽ പലപ്പോഴും ലാഭം ഉണ്ടാകാനുള്ള സാധ്യത പോലെ തന്നെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് നിമിഷവും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാവുന്നതാണ്. ഇവർക്ക് ഏറ്റവും മാറ്റം വരുത്തുന്നത് ഗണപതിക്ക് വെള്ളിയാഴ്ച വഴിപാട് ചെയ്യുന്നതാണ്. ഗണപതിയുടെ ഇഷ്ടനിവേദ്യം, പിന്നെ ഗണപതിക്ക് ലഡു, മുക്കുറ്റി പുഷ്പാഞ്ജലി, കറുകമാല, ലഡു നിവേദ്യം, മോദകം, ഇതൊക്കെ സമർപ്പിക്കാം. പിന്നെ മാസത്തിൽ ഇവരുടെ പക്കനാളിന് രാവിലെ ഒരു ഗണപതി ഹോമവും ആയിട്ടൊരു ഭഗവതി സേവയും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന നല്ലതാണ്. മാസത്തിൽ ഒന്ന് ആവർത്തിക്കുന്ന നല്ലതാണ്, വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇവർക്കും സാമ്പത്തികപരമായ തിരിച്ചടികൾ ഉണ്ടാകാം. പണം ഇങ്ങോട്ട് വരും എന്ന് വെച്ചാൽ ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളവരാണ്. പിന്നെ ചിലരത് ഉപയോഗിക്കത്തില്ല, ഉപയോഗിക്കാത്തവർ അതേ രീതിയിലിരിക്കും, ഉപയോഗിക്കുന്നവർക്ക് അത് ഉണ്ടാകുകയും. പക്ഷേ കഴിവുള്ളവരാണ്. കഴിവ് ഉപയോഗിക്കുന്നവർക്ക് അത് അനുഭവത്തിൽ വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കഴിവുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് പെട്ടെന്ന് പണം വരും. അപ്പോൾ ആ കഴിവുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രയോജനപ്പെടുത്തുന്നവരുടെ കാര്യമായി പറയുന്നത്, അല്ലാതെ വെറുതെ ഇരിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയുള്ളവരെക്കുറിച്ച് ഞാൻ സംസാരിക്കാറേ ഇല്ല. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. അല്ല മടിയന്മാർ, അലസന്മാർ, വെറുതെ വീട്ടിൽ കയറിയിരിക്കുക, അമ്പലത്തിൽ പോകാതിരിക്കുക, ജോലി ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ജീവിതത്തിൽ ആക്റ്റീവായിട്ടുള്ളവർ, നന്മയുള്ളവർ, പ്രവർത്തിക്കുന്നവർ, ഈശ്വരാധീനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോകുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഒരു മേൽഗതി ഉണ്ടാകാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞത്. മറ്റേ അലസന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാറുമില്ല. അപ്പോൾ ഇവർക്ക് കഴിവുള്ളവരാണ് 25 തീയതി ജനിച്ചവർ. ധനം ഉണ്ടാക്കാൻ അത് നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണ്. 26 തീയതി ജനിച്ചവർ, ഇവർ 25 കേതു സ്വാധീനം കൂടുതലുള്ളവരാണ്. 2 + 5 7 കേതു സ്വാധീനം, പിന്നെ 2 ചന്ദ്രസ്വാധീനം, 5 ബുധസ്വാധീനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ചന്ദ്രൻ്റെയും ബുധൻ്റെയും സ്വാധീനം കൂടെ വരുന്നുണ്ട്. എങ്കിലും കൂടുതലായിട്ട് കേതുവിൻ്റെ സ്വാധീനമായിരിക്കും 25 തീയതി ജനിച്ചവർ. ഇനി 26 തീയതി ജനിച്ചവർ 2, 6, 8 ശനി സ്വാധീനമാണ്. എങ്കിൽ പോലും 2 ചന്ദ്രൻ്റെയും 6 ശുക്രൻ്റെയും സ്വാധീനമുള്ളവരാണ്. ഇവർക്ക് ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ഉയർച്ചയ്ക്കുള്ള
കാര്യങ്ങളും വരുന്നത്, അതുപോലെ താഴ്ചയ്ക്കുള്ള കാര്യങ്ങളും വരുന്നത്. എല്ലാം പെട്ടെന്നായിരിക്കും. ചിലർ പെട്ടെന്ന് ജീവിതത്തിൽ അങ്ങ് ഉയരും, പെട്ടെന്ന് അതുപോലെ ഇവർ താഴെ പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സംഖ്യയാണ് 26. ഇവർക്ക് കൃഷ്ണൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇവരുടെ കുടുംബദേവതയുടെ അനുഗ്രഹം ഏറ്റവും പ്രധാനം. പിന്നെ ദേശദേവതയുടെ അനുഗ്രഹം. കൃഷ്ണൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇവർ ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. ഇപ്പോൾ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഗുരുവായൂരോ, എൻ്റെ ഓർമ്മ വന്ന 2, 3, 4 ക്ഷേത്രം പറയുന്നുള്ളൂ. ഇങ്ങനെ ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം മാസത്തിൽ 1. പിന്നെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലും ആഴ്ചയിൽ പോകണം. പിന്നെ ഭദ്രകാളിക്കും വഴിപാട് ചെയ്യണം. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ തിരിച്ചടികൾ, അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളും ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കൃഷ്ണനൊക്കെ ചെയ്യേണ്ട കാര്യം അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്തു പോവുക. കൃഷ്ണനും ഭദ്രകാളിക്കൊക്കെ അവസാനം പറഞ്ഞുതരാം, പൊതുവായിട്ടും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണ് 26. പിന്നെ 29 ഇനി ശ്രദ്ധിക്കേണ്ടത്. അത് ചന്ദ്രസ്വാധീനം. 2 + 9 11, 1 + 1 2 ചന്ദ്രസ്വാധീനം. ചന്ദ്രസ്വാധീനം കൂടുതലാണ്. കാരണം ഇതിനകത്ത് കൂട്ടുമ്പോൾ 2 കിട്ടുന്നു. പിന്നെ 29-നകത്ത് 2 ഉണ്ട്, അതും ചന്ദ്രസ്വാധീനം. പിന്നെ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ സ്വാധീനം. അപ്പോൾ ചൊവ്വയുടെ സ്വാധീനവും ചന്ദ്രൻ്റെ സ്വാധീനവും ഉണ്ട്. എങ്കിലും ചന്ദ്രൻ്റെ സ്വാധീനമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായി ഒരു സാമ്പത്തിക മാർഗങ്ങളുണ്ടാകും. പണം ചിലപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അത് നിലനിർത്താനും അതുകൊണ്ട് അനുഭവയോഗം ഉണ്ടാകാനും ഒക്കെ ചെറിയ തടസ്സങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ഭദ്രകാളി പ്രീതി തന്നെയാണ്. ഇതിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ചകൾ അമ്മയ്ക്ക് രാവിലെ കടുംബായുസം അഷ്ടോത്തരാർച്ചന ചെയ്യുക. കുളമുള്ള ക്ഷേത്രമാണെങ്കിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമമായിട്ട് ഭഗവതി സേവനം ചെയ്യുക, നല്ലതാണ്. കാർത്തിക നാളിനും അമ്മയ്ക്കൊരു കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കം കൊടുക്കുക. കാർത്തിക നാൾ മാസത്തിൽ വരും ദിവസം അതും മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഒരു ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും അത് ഉപകരിക്കും. ഇനിയും പറയാൻ പോകുന്നത് ചില നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. അതിൽ പ്രധാനമായിട്ടും ഈ ചില നക്ഷത്രത്തിൽ ജനിച്ചവർ. അപ്പം അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മൂല നക്ഷത്രം. ഇവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ഇവർ പോലും അറിയാതെ ചിലപ്പോൾ ഉയർച്ച ഉണ്ടാകും. അതുപോലെ ജീവിതത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യാം. അതിന് സർപ്പപ്രീതി, ഭദ്രകാളി പ്രീതി, കൃഷ്ണപ്രീതി, ഇത് 3 മതി. സർപ്പപ്രീതി എന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് ഒരു പായസമോ നിവേദ്യമോ നെയ്വിളക്കോ ഒക്കെ ചെയ്യുക. പിന്നെ ഞായറാഴ്ചകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കനാളിനോ അല്ലെങ്കിൽ പഞ്ചമി ദിവസങ്ങൾ വരുന്നതെന്നോ ഒക്കെ ചെയ്യുക. പിന്നെ നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലാതെ വേറെ ഒന്നും കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. വേറെ ഒന്നും കാര്യങ്ങൾ ചെയ്യുകയും വേണ്ട. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നാഗരാജാവിനെ വിളിച്ചാൽ മതി, ഒരു മന്ത്രവും ജപിക്കേണ്ട. എന്തുകൊണ്ടാണ് ഞാൻ മന്ത്രം ജപിക്കേണ്ടതെന്ന് പറയുന്നത്? ഈ നാഗദേവതകൾക്ക് നിഷ്ഠാചര്യ വളരെ ഉള്ളതാണ്. അപ്പോൾ അത് എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്നിരിക്കില്ല. അതുകൊണ്ട് നാഗരാജാവിനെ വിളിച്ചാൽ മതിയെന്നേ, മന്ത്രമൊന്നും ജപിക്കേണ്ട. ഇവിടെ എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യം പറഞ്ഞു തരത്തുള്ളൂ. ഒരാൾക്ക് നല്ലത് മാത്രം വരുന്ന കാര്യം പറഞ്ഞു തരത്തുള്ളൂ. അത് ചെയ്യാൻ മതി. അത് ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളെ പുറകെ പോകരുത്. പറഞ്ഞാൽ മനസ്സിലായി. ക്ഷേത്രത്തിൽ പോവുക, നാഗരാജാവിനെ വിളിച്ച് നെയ്വിളക്ക് കൊടുക്കുക, ഇഷ്ടമുള്ള പായസ നിവേദ്യം അവിടെ നാഗരാജാവ്, പിന്നെ മാല ഇതൊക്കെ കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഒരു ദക്ഷിണ അവിടെ സമർപ്പിക്കുക, മതി. അവിടെ എല്ലാമായി. അത് പഞ്ചമി ദിവസങ്ങളിൽ ചെയ്യാം. 1 മാസം 2 പഞ്ചമിയുണ്ട്. അല്ല ഞായറാഴ്ചകൾ ചെയ്യാം, അല്ല നിങ്ങളുടെ പക്കനാളിന് ചെയ്യാം. ഇത് ഏതെങ്കിലും ദിവസങ്ങളിൽ ചെയ്യാം, വളരെ ഫലമുണ്ടാകും. പിന്നെ അല്ലെങ്കിൽ ആയില്യം നാൾ മാസത്തിൽ വരുന്നതെന്ന് ചെയ്യാം. പിന്നെ ശിവൻ്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ചെയ്യാം. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. പറയുന്നത് ചെയ്യുക, എൻ്റെ അപ്പുറത്ത് ചെയ്യാൻ പോകരുത്. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ചില ആളുകളുണ്ട് തെറ്റായ കാര്യങ്ങൾ അവർക്കും അറിയാം തെറ്റാണ്, പക്ഷേ എങ്കിലും ചിലപ്പം പറഞ്ഞുകൊള്ളൂ. പക്ഷേ 90% ആളുകളും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർ തന്നെയാണ്. ഈ തെറ്റായ അറിവുകളുടെ പുറകെ പോയാൽ നിങ്ങളുടെ ജീവിതം നശിക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു കർമ്മദോഷങ്ങളൂടെ ഉണ്ടാവും. നമ്മൾ ശരിയായ കാര്യങ്ങളെ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. ഞാനെന്നല്ല, ഒരുപാട് ആളുകളും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രമേ ഫോളോ ചെയ്യാവൂ. ഞാനൊരിക്കലും ഒരിടത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോയി, ഒരു സ്ഥാപനത്തിൽ. ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഞാനൊരു കാര്യം അവിടെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു, അങ്ങനെയുള്ളൊരു കാര്യം അത് ഇവിടെ
നടക്കണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊന്ന് തിരിച്ചു പോയി. പിന്നെ ഞാൻ വേറൊരു ആവശ്യത്തിനോട് ചെന്നപ്പം വേറൊരു സ്റ്റാഫിനോട് ചോദിച്ചപ്പം പറഞ്ഞു അയാൾ പറഞ്ഞത് മൊത്തം തെറ്റാണ്, അങ്ങനെയുള്ള പ്രൊസീജിയറല്ല, വേറെ പ്രൊസീജിയറാണ്. പിന്നെ എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. അപ്പം ഈ ചിലരുണ്ട്, നമ്മൾ അവർ പറയുന്ന കേട്ടാൽ തോന്നും എല്ലാം ശരിയാണ്, പക്ഷെ പറയുന്നത് തെറ്റായ പല കാര്യങ്ങളുമായിരിക്കും. ഒരുപക്ഷെ അവർക്കത് അറിവില്ലായ്മ കൊണ്ടായിരിക്കും. ചിലത് അറിഞ്ഞാലും അവർക്ക് ചില കാര്യങ്ങൾ തെറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് കേട്ടാൽ അതിൻ്റെ പുറകെ പോയാൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നാശങ്ങളുണ്ടാകും. അത് ഏത് വിഷയത്തിലാണേലും, ഒരു ആത്മീയ വിഷയത്തിലാണേലും മറ്റു വിഷയത്തിലാണേലും നല്ല അറിവുകളുടെ പുറകെ പോകാവുള്ളൂ. പക്ഷെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നേ വരെ എനിക്ക് എല്ലാവർക്കും ഗുണം എന്നുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരു കാര്യം ഞാൻ പറയാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഗരാജാവിനെ നിങ്ങൾ രാവിലെ വിളിക്കാവുള്ളൂ. വീട്ടിലൊന്നും വിളിക്കേണ്ട, വീട്ടിൽ നിന്ന് രാവിലെ വിളിച്ചോണ്ട് കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ കാര്യമില്ല. ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുക, പിന്നെ നാഗരാജാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടെ മന്ത്രമൊന്നും ജപിക്കേണ്ട. കാരണം എനിക്ക് ആ നാഗദേവതയുടെ ഇത് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത് കാര്യങ്ങൾ. അവിടെ മന്ത്രമൊക്കെ ജപിക്കുന്നതുകൊണ്ട് അതിന് നിഷ്ഠയൊക്കെ പാലിക്കണം, അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമ്മൾ നാഗരാജാവിനെ വിളിച്ചാൽ മതി, ഫലം കിട്ടും. അതുപോലെ ഞാൻ ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കാലഭൈരവൻ്റെ ഒരു ഗായത്രി പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞു, നിങ്ങളിത് ഉപാസനയായിട്ടൊന്നും ചെയ്യരുത്. നിങ്ങൾ രാവിലെ ഗായത്രി മന്ത്രം ജപിച്ച് കർപ്പൂരത്തെ തൊടുക, അത്രയും മതി. ഉപാസനയൊക്കെ ചെയ്താൽ അത് വേറെ എന്ത് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. എന്ത് പറഞ്ഞോ അതുപോലെ ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ്, നല്ലത് മാത്രമേ പറയൂ. തെറ്റായ ഒരു അറിവുകളുടെയും പുറകെ പോകരുത് കേട്ടോ. എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അതൊരു ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഇപ്പം മൂലനാൾ, അതുപോലെയാണ് പൂരനാൾ. അപ്രത്യക്ഷമായ ജീവിതത്തിൽ സാമ്പത്തികം ഉണ്ടാകാനുള്ള യോഗമുള്ള നാളാണ്. പക്ഷേ സാമ്പത്തികമൊക്കെ നിലനിൽക്കാനും തടസ്സം വരാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭദ്രകാളി പ്രീതി വളരെ അനിവാര്യമാണ്. അപ്പം ഭദ്രകാളിക്ക് അത് ഞാൻ അവസാനം പൊതുവായിട്ട് പറയുന്നുണ്ട്, അത് ചെയ്തു പോവുക. അതുപോലെ ആയില്യം നാൾ, ഇവർ വളരെ ഒരു റിച്ചാകാൻ കഴിവുള്ളവർ തന്നെയാണ്. ഈ എല്ലാവരും ജനന സമയവും നക്ഷത്രവും കൈരേഖയും ഒക്കെ അനുസരിച്ച് ഇത് വ്യത്യാസം വരും. പൊതുവായിട്ട് പറയുന്നത് ഇതെല്ലാം കേട്ടോ, സാമാന്യ ഫലങ്ങളാണ് ഈ വീഡിയോ പറയുന്നത് മുഴുവൻ. എങ്കിൽ പോലും അത് മനസ്സിലാകുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. അപ്പോൾ ആയില്യം നാൾ ജനിച്ച ആയില്യം നാൾ ഓർത്ത് ഇപ്പം ജനിച്ച സമയം മോശമാണെങ്കിലോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലോ പണം ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ ജോലി ചെയ്യാതെ വെറുതെ വീട്ടിൽ കയറി ഇരുന്നുകൊണ്ടോ പണം ഉണ്ടാകണമെന്നില്ല. അതായത് അധ്വാനിക്കുന്നവർക്ക് ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്നവരുടെ കാര്യം പറഞ്ഞു. ആയില്യം നക്ഷത്രക്കാർ കഴിവുള്ളവരാണ്, പക്ഷെ അവർക്ക് സാമ്പത്തികം നിലനിൽക്കാൻ ചില തടസ്സങ്ങളാണ്. അപ്പോൾ അതിന് സർപ്പപ്രീതി നല്ലതാണ്, ശിവപ്രീതി നല്ലതാണ്, ഭദ്രകാളി പ്രീതി നല്ലതാണ്. പിന്നെ കൃഷ്ണൻ അനുഗ്രഹം ഇവർക്ക് വളരെ ഗുണം ചെയ്യും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഒരു ഭൂമി ഇല്ലാത്തവരാണ്, ഭൂമി ഉണ്ടായിരുന്നെല്ലാം വിറ്റ് നശിപ്പിച്ചു, അങ്ങനെ ഭൂമി മേടിക്കാനാണെങ്കിൽ കൃഷ്ണനെ വിളിച്ചാൽ മതി, ഇതൊക്കെ സാധിച്ചു കിട്ടും. ജീവിതം തിരിച്ചു വരവിനും ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിനും ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർ അത് ഞാൻ ഈ മനസ്സിൽ ഓർക്കുന്ന അങ്ങ് പറയുന്നതാണ് കേട്ടോ. അപ്പം ആ ഓർക്കുന്ന രീതിയിൽ അങ്ങ് പറയുന്നതെന്നുള്ളൂ. പിന്നെ ഉത്രം നാളുകാർ, അവർക്കും സാമ്പത്തികം നിലനിൽക്കുവാനും അവർക്ക് പലപ്പോഴും ലോൺസ് ലയബിലിറ്റീസ് ഇങ്ങനെ ഉണ്ടെങ്കിലും അതൊരു ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അനുഭവത്തിൻ്റെ ഒരു കുറവ് വരാം സാമ്പത്തികവും ഐശ്വര്യത്തിനും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ശിവപ്രീതി നല്ലതാണ്. പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം, പിന്നെ പിതൃപ്രീതി, ഇതൊക്കെ ഉത്രം നാളുകാരുടെ ജീവിതത്തിൽ വളരെ മാറ്റം വരുത്തും. പിന്നെ അയ്യപ്പൻ്റെ പ്രീതിയും നല്ലതാണ്, ശിവപ്രീതി. പിന്നെ സൂര്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്, പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറും. അതുപോലെ ചിത്തിര നക്ഷത്രക്കാരും അവർക്ക് സാമ്പത്തിക കാര്യങ്ങളെ നിലനിൽക്കാനും വർദ്ധിച്ചു വരാനും സൂര്യക്ഷേത്രം, ശിവക്ഷേത്രം ഇതൊക്കെ ദർശനം നടത്തുന്നതും വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു വഴിപാട് ഒരു ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ആ ദേവൻ്റെ ഇഷ്ടനിവേദ്യം, എണ്ണ, മാല, അർച്ചന, ഇതാണ് ഏത് ദേവനാണെങ്കിലും ദേവിക്കാണത്. അപ്പോൾ അവിടെ തിരുമേനിമാരോട് ചോദിച്ചാൽ ഇഷ്ടനിവേദ്യം ഏതാണ്, പിന്നെ അവിടെ കൊടുക്കുന്ന മാല ഏതാണ് ഇഷ്ടം, പിന്നെ എണ്ണ എള്ളെണ്ണ കാണുമല്ലോ, ഇതാണ് പ്രധാനം. എണ്ണ, മാല, അർച്ചന കേട്ടോ, ഇത് പ്രധാനമാണ് ഏത് ദേവനാണേലും. വഴിപാടെന്ന് പറഞ്ഞാൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ആ ദേവത ഇഷ്ടനിവേദ്യം, അതവിടെ തിരക്കുമ്പോൾ മനസ്സിലാകും. പല ക്ഷേത്രത്തിലും പല വ്യത്യാസങ്ങൾ കാണും. ആ ഇഷ്ടനിവേദ്യം അവിടെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്താണുള്ളത് അത് കൊടുക്കുക. പിന്നെ മാല, ഇഷ്ടമുള്ള മാല അവിടെ കാണും. പിന്നെ അർച്ചന, അവിടെ നമുക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എവിടെയും ചെയ്യാം, നല്ലതാണ്.
പിന്നെ അല്ലെങ്കിൽ വേറെ പ്രാധാന്യമുള്ള അർച്ചനകളുണ്ടാകുക ചെയ്യുക. പിന്നെ എണ്ണ സമർപ്പിക്കുക, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികം വളരെയധികം ഉണ്ടാകുകയും ചെയ്യുന്നൊരു നാളാണ് ചോതി. ചോതി നക്ഷത്രക്കാർക്കും വളരെ പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. പക്ഷേ ഇത് അവർക്കത് അനുഭവിക്കാനുള്ള ഒരു യോഗമോ കാര്യങ്ങളോ ഒരു ചിലപ്പോൾ കുറയാറുണ്ട്. അവർക്ക് സർപ്പപ്രീതി നല്ലതാണ്, ശിവപ്രീതി നല്ലതാണ്, ഭദ്രകാളിയുടെ പ്രീതി നല്ലതാണ്. വളരെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും, അത് അനുഭവിക്കാനും പറ്റും. അതുപോലെ വിശാഖം നാളുകാർക്ക് എന്നാ ഉണ്ടെങ്കിലും അത് ഒരു ഇല്ലാത്ത പോലെ ആയിരിക്കും പലപ്പോഴും. എല്ലാവരുടെയും കാര്യമില്ല, ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാകാം. ഒരു അനുഭവ ദോഷം പലപ്പോഴും ഉണ്ടാകാം എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറഞ്ഞ്, ചിലർക്കെങ്കിലും അതിന് മുരുകനെ വിളിക്കുന്ന നല്ലതാണ്, കൃഷ്ണനെ വിളിക്കുന്ന നല്ലതാണ്. പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ്. മുരുകൻ, കൃഷ്ണൻ. അതുപോലെ തന്നെ സാമ്പത്തികം ഉണ്ടാകാൻ യോഗമുള്ള ഒരു നാൾ തന്നെയാണ് അവിട്ടക്കാർക്കും സാമ്പത്തികമൊക്കെ നല്ല രീതിയിൽ വരാൻ നിലനിൽക്കാൻ വേണ്ടി ഭദ്രകാളി പ്രീതി നല്ലതാണ്, വളരെ ജീവിതത്തിൽ നിലനിൽക്കാൻ. ഇനി മകയിര നാളുകാർക്കും സാമ്പത്തികം നല്ലതായിട്ട് ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. അവർക്ക് കൃഷ്ണപ്രീതി വളരെ അനിവാര്യമാണ് സാമ്പത്തികം നിലനിൽക്കാൻ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത കുറച്ച് നാളുകളും പിന്നെ ആ ജനന തീയതികളുമാണ് പറഞ്ഞത്. ഇനി പൊതുവായിട്ട് സാമ്പത്തികം വന്നിട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ കൃഷ്ണന് വ്യാഴാഴ്ച പുരുഷ സൂക്താർച്ചന, പാൽപ്പായസം, തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ അത് ആഴ്ചകളിൽ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ മാസത്തിലൊന്ന് ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. അവിടെ നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട് ചെയ്യുക, മാസത്തിലൊന്ന് വീതം സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കടുംബായുസവും അമ്മയ്ക്ക് ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾക്കുള്ള അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നൽകുന്ന നല്ലതാണ്. കുളമുള്ള ക്ഷേത്രമാണെങ്കിൽ മലരുകൊണ്ട് മീനോട്ടുകൂടെ ചെയ്യുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമം വൈകിട്ട് ഭഗവതി സേവനം ചെയ്യുക. പൗർണമി ദിവസവും രാവിലെ ഒരു ഗണപതി ഹോമം വൈകിട്ട് ഭഗവതി സേവനം ചെയ്യുക, വളരെ നല്ലതാണ്. എത്ര മോശം അവസ്ഥയിൽ നിന്ന് ഉയർന്നു വരാനും പണം നിലനിൽക്കാനും അത് ഉപകരിക്കും. എല്ലാവരുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ.